ബാബറി മസ്ജിദ് കേസിൽ എൽ.കെ. അദ്വാനി ഉൾപ്പെടെ 13 പേർക്കെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയ വിചാരണ കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, കേന്ദ്രമന്ത്രി ഉമാഭാരതി, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും നിലവിൽ രാജസ്ഥാൻ ഗവർണറുമായ കല്യാൺ സിംഗ്, വിനയ് കത്യാർ തുടങ്ങി 13 പേർക്കെതിരായ ഗൂഢാലോചന കുറ്റം കോടതി പുനഃസ്ഥാപിച്ചു. എൽ.കെ. അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും പേരുകൾ എടുത്തു പറഞ്ഞായിരുന്നു ജസ്റ്റിസ് റോഹിംഗ്ടൺ നരിമാന്റെ വിധി പ്രസ്താവം. ഭരണഘടനയുടെ 361 അനുച്ഛേദ പ്രകാരമുള്ള നിയമപരിരക്ഷയുള്ളതിനാൽ കല്യാൺ സിംഗിനെ വിചാരണ നേരിടുന്നതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവാക്കി. ഗവർണർ പദവിയിൽ നിന്ന് കല്യാൺ സിംഗ് ഒഴിവായ ശേഷം അദ്ദേഹത്തിനെതിരെ വിചാരണ നടപടികൾ തുടങ്ങാൻ CBI കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് റായ്ബറേലിയിലും ലക്നൌവിലുമുള്ള കേസുകൾ ഒന്നിച്ച് ലക്നൌ കോടതിയിൽ വിചാരണ നടത്തണം. ഇടവേളകളില്ലാതെ വാദം കേട്ട് 2 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം. വിചാരണ സമയത്ത് ജഡ്ജിയെ സ്ഥലം മാറ്റാൻ പാടില്ല. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ കേസ് മാറ്റിവെക്കാൻ പാടുള്ളൂവെന്നും കോടതി ഉത്തരവിട്ടു. അദ്വാനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി നിലവിലെ വിചാരണ നടപടികളുമായി മുന്നോട്ടു പോവാനാണ് ലക്നൌ കോടതിക്ക് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. കേസിൽ 900-ലധികം സാക്ഷികളെയാണ് ഇനിയും വിസ്തരിക്കാനുള്ളത്. 25 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇനിയും കാലതാമസമുണ്ടാകരുതെന്ന മുൻകരുതലോടെയാണ് വിചാരണ സംബന്ധിച്ച സുപ്രീം കോടതി നിർദ്ദേശം. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.